പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥനെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ മനനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം യുഗാന്ത്യത്തെയും യേശുവിൻ്റെ 2ാം വരവിനെയും സംബന്ധിച്ച ദീർഘമായ പ്രഭാഷണമാണ്. ഈ ദീർഘമായ പ്രഭാഷണത്തിൻ്റെ ആരംഭമാണ് 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഹെറോദേസ് പണി കഴിപ്പിച്ച അതിമനോഹരമായ ജെറുസലേം ദേവാലയവും അനുബന്ധ കെട്ടിടങ്ങളും കണ്ടിട്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. യേശു പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ജനത്തിൻ്റെ അവിശ്വസ്തത മൂലം ജെറമ്യ പ്രവാചകനിലൂടെ ഈ വിനാശം ദൈവം മുൻകൂട്ടി അറിയിച്ചിട്ടുമുണ്ട്. ജെറമ്യ 7:10-14 വരെയുള്ള വാക്യങ്ങൾ. AD 70 റോമൻ ജനറലായ ടൈറ്റസ് ജെറുസലേം പിടിച്ചടക്കി ദേവാലയം പൂർണ്ണമായും നശിപ്പിച്ചപ്പോൾ യേശുവിൻ്റെയും ജെറമ്യ പ്രവാചകൻ്റെയും ഈ പ്രവചനം പൂർത്തിയായി. ഈ പ്രവചനം നിറവേറിയതുപോലെ 13-ാം അധ്യായത്തിൽ യുഗാന്തത്തെയും യേശുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സുനിശ്ചിതമായും നിറവേറും. അതുകൊണ്ട് അനുതപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് ജാഗരൂകരായി കർത്താവിൻ്റെ ആഗമനം കാത്തിരിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ ലേഖന ഭാഗം 2 തെസ്സലോനി 3:6-15 വരെയുള്ള വാക്യങ്ങൾ. അലസത വെടിഞ്ഞ് അധ്വാനശീലമുള്ളവരായിരിക്കാൻ ശ്ലീഹ നാം ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. സ്വന്തം മാതൃക ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു. ശ്ലീഹ ഒരു കൽപ്പനയും നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ. തുടർന്ന് ശ്ലീഹ പറയുന്നു, ആരെങ്കിലും ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ അവനെ ഒരു ശത്രുവായി പരിഗണിക്കാതെ ഒരു സഹോദരനെ എന്ന പോലെ ഉപദേശിക്കുകയാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് നമുക്ക് ഈ തിരുവചന ഭാഗങ്ങൾ ധ്യാനിക്കാം. യുഗാന്തത്തെയും യേശുവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനത്തെയും സംബന്ധിച്ച പ്രവചനങ്ങൾ, യേശുവിൻ്റെ പ്രബോധനങ്ങൾ, അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിനു വേണ്ടി ജാഗരൂകരായി കാത്തിരിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. യേശുവിൻ്റെ മഹത്വപൂർണമായ പുനരാഗമനം ലക്ഷ്യം വെച്ച് അവിടുത്തെ രക്ഷാകര പദ്ധതിയുടെയും ദൈവരാജ്യത്തിൻ്റെയും യുഗാന്ത പൂർത്തീകരണം ലക്ഷ്യം വെച്ച് അവിടുത്തെ മഹത്വപൂർണമായ പുനരാഗമനത്തിനായി നമുക്ക് ഒരുങ്ങിക്കാത്തിരിക്കാം. എപ്പോഴാണ് അവിടുത്തെ പുനരാഗമനം സംഭവിക്കുന്നതെന്ന് പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. നമുക്ക് ചെയ്യാവുന്നത് ജാഗരൂകരായി ഒരുക്കമുള്ളവരായി കാത്തിരിക്കുക എന്നതാണ്. ഇപ്രകാരം
തമ്പുരാൻ്റെ ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്ക് അലസത വെടിഞ്ഞ് തീഷ്ണതയോടെ അധ്വാനിക്കാം. നമ്മുടെ ആത്മരക്ഷയ്ക്കു വേണ്ടിയും സകലരുടെയും രക്ഷയ്ക്കു വേണ്ടി ദൈവരാജ്യത്തിൻ്റെ യുഗാന്ത പൂർത്തീകരണം ലക്ഷ്യമാക്കി നമുക്ക് വിശ്വസ്തയോടെ അധ്വാനശീലമുള്ളവരായി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ മുഴുകാം. അവിടുത്തെ ആഗമനത്തിന് വഴിയൊരുക്കാൻ വേണ്ടി കഠിനമായി അധ്വാനിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ